ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ 78,000-ഓളം ഭക്തർ ദർശനം നടത്തി. ഇന്നും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. സന്നിധാനത്ത് നിന്ന് എം മനോജും അരുൺ കൊടുങ്ങൂരും തത്സമയം ചേരുന്നുണ്ട്. സ്വാമി ശരണം രണ്ടുപേർക്കും. മനോജ്, ഇന്ന് തിരക്ക് കൂടാനുള്ള സാധ്യത വീണ്ടും കണക്കാക്കപ്പെടുകയാണ്. അപ്പോൾ എത്ര പേര് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? ഇപ്പോഴെങ്ങനെയാണ് സന്നിധാനത്തേക്കുള്ള ഒഴുക്ക്? സ്വാമി ശരണം ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ആ തിരക്ക് തുടരാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അതിരാവിലെ നട തുറക്കുന്ന സമയത്ത്, അതായത് 3 മണിക്ക് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. 8 മണിയോടെ കുറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ്. ഇന്നലെ 80,000-ഓളം ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയത്. അതായത് വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും എത്തുന്ന പരമാവധി തീർത്ഥാടകരുടെ എണ്ണമാണ്. എന്തായാലും ഇന്ന് വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. രാവിലെ തന്നെ ഇപ്പോൾ സന്നിധാനം വരെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയാണ് 78,000 പേരാണ് ഇന്നലെ മാത്രം എത്തിയത്. ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങനെ ഭക്തജന തിരക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 8 ലക്ഷത്തിലോളം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയതായാണ് കണക്കുകളൊക്കെ. അതോടൊപ്പം തന്നെ നടവരവും കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭക്തജനങ്ങളൊക്കെ തന്നെ ഇന്നും പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് മലചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 18ാം പടിയിലേക്ക് ഇരുമുടിക്കെട്ടുമായി ഭക്തജനങ്ങൾ അങ്ങനെ അയ്യപ്പ ഭക്തർ ഓരോരുത്തരായി ശരണമന്ത്രങ്ങളോടുകൂടി കയറി ഈ സന്നിധാനത്ത് അയ്യന് മുന്നിലേക്ക് എത്തുകയാണ്. എന്തായാലും വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് രാവിലെ മുതൽ. ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഓരോ വഴികളിലും ശരണമന്ത്രങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് പുലർച്ചെ മുതൽ ഇത് തന്നെയാണ്. പുലർച്ചെ 3 മണിയോടുകൂടി നട തുറന്നു. ഇനി ഉച്ചയ്ക്ക് 1 മണിക്കാണ് നട അടയ്ക്കുക. അതിനുശേഷം വീണ്ടും 3 മണിക്ക് നട തുറക്കുന്നു. രാത്രി താഴെയുള്ള ഒരു ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ തീർത്ഥാടന തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നടപ്പന്തൽ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രിയോടെ ആരംഭിച്ച ആ തിരക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും 80,000-ഓളം ഭക്തരാണ് ഇന്നലെ ശബരിമലയിലേക്ക് അയ്യപ്പ ദർശനത്തിനായി എത്തിയത്. ഇന്നും അതിന് സമാനമായുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഞായറാഴ്ച തീർത്തും കുറവായിരുന്നു ഭക്തജന തിരക്ക്. 60,000-ഓളം തീർത്ഥാടകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതിലും ഈ 12 വിളക്ക് കഴിയുന്നതോടെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ ഉണ്ടായ പാളിച്ചകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തേക്കായാലും 1 ലക്ഷത്തിലധികം തീർത്ഥാടകരുടെ ഒരു വർധനവാണ് ആദ്യത്തെ ഒരാഴ്ചയിൽ സന്നിധാനത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ നടവരവിലും കൃത്യമായ ഒരു വർധന സന്നിധാനത്ത് ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഇത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇവർ പറഞ്ഞിരുന്നത് സാമ്പത്തികമായ ഒരു പ്രതിസന്ധി അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണയും റെക്കോർഡ് വരുമാനമായിരുന്നു. നമുക്കറിയാം, മണ്ഡലകാലം, മകരവിളക്ക്, തീർത്ഥാടന കാലം, ഈ സമയങ്ങളിലൊക്കെ തന്നെ എല്ലാ വർഷവും റെക്കോർഡ് വരുമാനങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിന് സമാനമായ രീതിയിലേക്കുള്ള ഒരു വലിയ പോക്ക് തന്നെയാണ് ഇക്കുറി ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 13 കോടിയിലേറെയാണ് ആദ്യ 9 നാളുകളിലെ ഈ വർധന എന്ന് പറയുന്നത്. അത് ചെറിയ സംഖ്യയൊന്നുമല്ല. അത് തന്നെയാണ് ഈ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡൊക്കെ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് അടുത്ത മണ്ഡലകാലത്തെങ്കിലും ഈ ഒരു വരുമാനം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഭക്തജനങ്ങളൊക്കെ ഇപ്പോൾ ഈ സന്നിധാനത്തൂടെ ഇങ്ങനെ സോപാനത്തിനരികേക്ക് ദർശനത്തിനായി പോകുകയാണ്. ഓരോരുത്തരും ആ ഇരുമുടി കെട്ടുമേന്തി അയ്യനെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ആ തിരുസന്നിധിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ 18ാം പടിക്ക് താഴെ വലിയ തരത്തിലൊരു ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ ആ ഒരു തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. ആദ്യ നാളുകളിൽ തിരക്ക് കുറവായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ നാളുകളിലൊക്കെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തജനങ്ങൾ, മലയാളികളൊക്കെ കുറവായിരുന്നു. എല്ലാവരും ആദ്യ നാളുകൾ കഴിഞ്ഞ ശേഷമാണ് കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഒരു മണ്ഡലകാലം ശബരിമല സന്നിധാനം ആകെ തന്നെ വളരെയധികം ഭക്തിസാന്ദ്രമായി തുടരുകയാണ്. മനോജ്, അതോടൊപ്പം നമുക്കറിയാം, മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ തന്നെ തിരക്ക് ക്രമാനുഗതമായി ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. വെർച്വൽ ക്യൂ സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്, പരാതിരഹിതമായി നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനങ്ങൾ എങ്ങനെയാണ് നിലവിലുള്ളത്? അതിലേതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉയരുന്നുണ്ടോ? കാരണം പമ്പ കേന്ദ്രീകരിച്ചൊക്കെ ചില മാനദണ്ഡങ്ങളൊക്കെ വച്ചിരുന്നു ഉദ്യോഗസ്ഥർ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണത് പുരോഗമിക്കുന്നത്?
പമ്പയിൽ തന്നെ 7 കൗണ്ടറുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് തങ്ങളുടെ ID പ്രൂഫ് അവിടെ സമർപ്പിച്ച ശേഷം ഇങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് വരുവാൻ വേണ്ടിയുള്ള മറ്റ് നടപടികൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. കാരണം ഈ സ്പോട്ട് ബുക്കിങ്ങിനായി തന്നെ നിരവധി ഭക്തജനങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഓൺലൈൻ സ്ലോട്ടുകളൊക്കെ തന്നെ ഈ മാസം പകുതി വരെയും ബുക്കായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മറ്റ് ദിവസങ്ങളിലൊന്നും ഒഴിവില്ല എന്നുള്ളത് തന്നെയാണ്. പലരും ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ സ്ലോട്ടുകളെല്ലാം ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിങ്ങിനാണ് അവർ ആശ്രയിക്കുന്നത്. അപ്പോൾ കൂടുതലായും ഭക്തജനങ്ങൾ ഈ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി പമ്പയിലേക്ക് എത്തുന്നു. അവിടേക്ക് എത്തുന്ന സമയത്ത് അവിടെയുള്ള തിരക്ക് അത് കാരണം തന്നെയാണ് ഒരു കാലതാമസം ഉണ്ടാകുന്നത്. എന്നാൽ അത് കൃത്യമായി സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 3 സംവിധാനങ്ങളാണ് ഈ ബുക്ക് ചെയ്ത് വരുവാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പമ്പയിൽ 7 കൗണ്ടറുകൾ, അവിടെയാണ് തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്നത്.